Good morning students. ഇവിടെ നമുക്ക് ലോജിക് ഗേറ്റ്സ് എന്നുള്ള ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. പ്രധാനമായിട്ടും അതിനകത്ത് ഒരു ഡിജിറ്റൽ സർക്യൂട്ടിൽ എങ്ങനെയാണ് ഒരു പർട്ടിക്കുലർ സർക്യൂട്ട് ഡിസൈൻ ചെയ്യുന്നത്, അതിനകത്ത് അതുപോലെ എന്തായിരിക്കും ആ സർക്യൂട്ടിൻ്റെ ഔട്ട്പുട്ട്, എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഇൻപുട്ട് കൊടുക്കേണ്ടത്, ഒരു പ്രത്യേക ഇൻപുട്ട് കൊടുത്താൽ അതിൽ ഔട്ട്പുട്ട് എങ്ങനെ വരും, അപ്പോൾ അതിനനുസരിച്ചിട്ട് എങ്ങനെയാണ് സർക്യൂട്ട് ഡിസൈൻ ചെയ്യുക, അതുപോലെ എങ്ങനെയാണ് ആ സർക്യൂട്ട് സിംപ്ലിഫൈ ചെയ്യുക, അതുപോലെ ഒരു ഗിവൺ നമുക്കൊരു നിശ്ചിത ഔട്ട്പുട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ എങ്ങനെ അതിനകത്ത് നമ്മൾ സർക്യൂട്ടുകൾ അതിനകത്ത് അറേഞ്ച് ചെയ്യണം, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മളിവിടെ വെച്ചിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം അതിൻ്റെ ബേസിക് ബിൽഡിംഗ് ബ്ലോക്ക് ആയിട്ടുള്ള ലോജിക് ഗേറ്റ്സിനെ പറ്റിയിട്ടാണ് നമുക്കിവിടെ ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഇവിടെ നമുക്ക് പലതരം ഡിജിറ്റൽ ലെവൽസ്, അതുപോലെ ഡിജിറ്റൽ ഫോംസ്, വേവ് ഫോംസ് എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം. അതുപോലെ ഇതിനകത്ത് ഉപയോഗിക്കുന്ന ചില ബേസിക് ഡെഫിനിഷൻസ് ഉണ്ട്. അതുപോലെ ക്ലോക്ക്, ടൈമിംഗ് ഡയഗ്രാം, ബഫർ തുടങ്ങിയവയെല്ലാം നമുക്ക് ഈ ഒരു ലെക്ചറിൽ നമുക്ക് കാണാം. ആദ്യം എന്താണ് ലോജിക് ലെവൽസ് എന്ന് നോക്കാം. ഒരു സർക്യൂട്ടിനകത്ത് ഒരു പ്രത്യേക വോൾട്ടേജ് ലെവൽ വരുമ്പോൾ അതിനെ നമ്മൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു, അതെല്ലാം ബേസ് ചെയ്തിട്ടാണ് ഇത് ഇരിക്കുന്നത്. സോ ഒരു ഡിജിറ്റൽ സർക്യൂട്ടിൽ നമുക്കറിയാം രണ്ട് ഡിജിറ്റ്സ് ആണ് ഉള്ളത്. ദേ ആർ 0 and 1. അതാണ് ബൈനറി ഡിജിറ്റ്സ് അല്ലെങ്കിൽ ബിറ്റ്സ്. അപ്പോൾ ഒരു 0 എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ ഏത് വോൾട്ടേജാണ് ഉപയോഗിക്കുന്നത്, 1 എന്ന് റെപ്രസെൻറ്റ് ചെയ്യാൻ ഒരു സർക്യൂട്ടിൽ എത്ര വോൾട്ടേജാണ് ഉപയോഗിക്കുന്നത്, അതാണ് ലോജിക് ലെവൽസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ റൈറ്റ് സൈഡ് കൊടുത്തിരിക്കുന്ന ഈ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് പല റീജിയൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സോ ഒന്ന് VL min, VL max, VH min, VH max. Suppose VL min value is equal to 0, VL max is equal to 1, VH min equal to 4 volt, VH max equal to 5 volt. ഇതിനകത്ത് if you have a voltage between 0 and 1, അതായത് നമ്മുടെ കയ്യിലൊരു നമ്മുടെ സർക്യൂട്ടിനകത്ത് ഒരു വോൾട്ടേജ് ഇത് പ്രൊഡ്യൂസ് ചെയ്തു. സപ്പോസ് ദ വോൾട്ടേജ് പ്രൊഡ്യൂസ്ഡ് ഈസ് സംതിങ് ലൈക്ക് 0.5 വോൾട്ട്. അങ്ങനെയാണെങ്കിൽ ദാറ്റ് വിൽ കം ഇൻ ടു ദ റീജിയൻ ലോ. സോ ഈ ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ലോ എന്നുള്ള റീജിയൻ, അതായത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു VL min എന്നുള്ളത് 0, VL max എന്നുള്ളത് 1, VH min എന്നുള്ളത് 4, VH max എന്നുള്ളത് 5. അപ്പോൾ 0യുടെയും 1ൻ്റെയും ഇടയ്ക്കാണ് 0.5 വോൾട്ട് എന്ന് വരുന്നത്. ദാറ്റ് മീൻസ് ആ സർക്യൂട്ടിൽ 0ൻ്റെയും 1ൻ്റെയും ഇടയ്ക്ക് വരുന്ന ഏത് വോൾട്ടേജിനെയും നമ്മൾ 0 എന്നായിട്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. അതുപോലെ ഇതിനകത്ത് വരുന്ന വോൾട്ടേജ് 4 വോൾട്ടേജിൻ്റെയും 5 വോൾട്ടിൻ്റെയും ഇടയിലാണെങ്കിൽ, അതായത് ബിറ്റ്വീൻ 4 വോൾട്ട് ആൻഡ് 5 വോൾട്ട്, അതിനെ ഹൈ എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. ഇപ്പോൾ ഞാനിവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. സപ്പോസ് VH min equal to 4 എന്ന് പറയുന്നത്. ഇത് പലതരത്തിൽ ഓരോ സർക്യൂട്ടിലും അനുസരിച്ച് ഡിസൈൻ ചെയ്യാറുണ്ട്. ചിലപ്പോൾ 10 വോൾട്ട് ആയിരിക്കും, ചിലവർ അത് കുറച്ചും കൂടി കുറഞ്ഞിരിക്കും. സാധാരണ കാണുന്നൊരു ഓപ്ഷനാണ് നമ്മൾ 5 വോൾട്ട് വയ്ക്കാറ്. അപ്പോൾ 4 വോൾട്ടിനേക്കാൾ കൂടുതൽ, അപ്പോൾ 4.5 വോൾട്ട് ആണെങ്കിൽ അത് ഹൈ ആയിരിക്കും. വാട്ട് ഹാപ്പൻസ് ഇഫ് ദ വോൾട്ടേജ് ഈസ് ബിറ്റ്വീൻ VL max ആൻഡ് VH min, അതായത് 1 വോൾട്ടിൻ്റെയും 4 വോൾട്ടിൻ്റെയും ഇടയ്ക്ക്, അതായത് 2.5 വോൾട്ട് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യില്ല, ബിക്കോസ് ദാറ്റ് ഈസ് അൺഅലൗഡ്. ആ ഒരു വോൾട്ടേജ് അത് ലോ എന്നുള്ള റീജിയനിലോ ഹൈ എന്നുള്ള റീജിയനിലോ വരില്ല, ചുവന്ന നിറത്തിൽ കാണുന്ന ആ റീജിയനിലാണ് വരുന്നത്. സോ ദാറ്റ് വാല്യൂ ഈസ് അൺഅലൗഡ്. സോ നമ്മളിവിടെ ഹൈ എന്ന് പറയുന്ന റീജിയനിലാണ് ഇതിന് വോൾട്ടേജ് വരുന്നതെങ്കിൽ അതിനെ 1 എന്ന് റെപ്രസെൻറ്റ് ചെയ്യും. ലോ എന്ന് പറയുന്ന റീജിയനിലാണ് വരുന്നതെങ്കിൽ അതിനെ 0 എന്നും റെപ്രസെൻറ്റ് ചെയ്യും. അടുത്തതായിട്ട് ഒരു ഡിജിറ്റൽ വേവ് ഫോം എങ്ങനെയാണ് എന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ഫിഗർ നോക്കാം. ഫിഗറിനകത്ത് നമുക്ക് കാണാവുന്നത് ഒരു പൾസാണ്. അപ്പോൾ പൾസ് എന്ന് ഞാൻ പറഞ്ഞെങ്കിൽ പോലും പൾസിനെ യഥാർത്ഥത്തിൽ ശരിക്കാൻ വളരെ വിടുത്ത് കുറവായിരിക്കണമെന്നാണ്. പക്ഷേ ഇവിടെ ഒരു ജസ്റ്റ് അതിനകത്ത് നമ്മളൊരു ഫസ്റ്റ് പൾസ് എടുത്തു. അപ്പോൾ ഇതൊരു ജനറൽ കേസിൽ അല്ലെങ്കിൽ ഒരു ഐഡിയൽ പൾസ് അല്ല. ഐഡിയൽ പൾസ് എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി കറക്റ്റ് സ്ക്വയർ ഷേപ്പിലായിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കി നോക്കാം. ഇതിനകത്ത് ആദ്യം ഒരു ബേസ് ലൈൻ എന്ന് എഴുതിയിട്ടുണ്ട്. ബേസ് ലൈനിൽ തുടങ്ങിയിട്ട്
അതിങ്ങനെ പോയി 10% എത്തി, 10% നിന്ന് കൂടിയിട്ട് 50% ആയി, 90% ആയി. അത് കഴിഞ്ഞിട്ട് മുകളിലേക്ക് അങ്ങ് കയറി. എന്നിട്ട് അവിടെ വെച്ചിട്ട് അതൊന്ന് ഓസിലേറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അത് ഡ്രോപ്പ് ചെയ്ത് വന്നിട്ട് പിന്നെയും ഇതുപോലെ 90%, 50%, 10% ആയിട്ട് വന്നു, താഴ്ത്തു വന്നു. പിന്നെയും അവിടെ നിന്ന് ഓസിലേറ്റ് ചെയ്തു. അങ്ങനെയാണ് അത് പോകുന്നത്. ഇതിനകത്ത് 10% മുതൽക്ക് 90% വരെ എത്താനെടുക്കുന്ന ആ സമയം, ദാറ്റ് ഈസ് നോൺ ആസ് റൈസ് ടൈം. ഇനി അതെല്ലാം മുകളിൽ ചെന്ന് കഴിഞ്ഞിട്ട് അവിടെ ഒരു ഓസിലേഷൻ ഉണ്ട്. മുകളിലേക്ക് അതിനകത്തൊരു ഹൊറിസോണ്ടൽ ലൈൻ നമുക്ക് കാണാം. ആ ഹൊറിസോണ്ടൽ ലൈനാണ് നമുക്ക് അതിൻ്റെ മാക്സിമം വാല്യൂ. സോ ബേസ് ലൈൻ്റെയും ഹൊറിസോണ്ടൽ ലൈൻ്റെയും അതിൻ്റെ ആ ഒരു ഡിഫറൻസാണ് ആംപ്ലിറ്റ്യൂഡ്. അതായത് അത്രയാണ് ആ ഒരു പൾസിൻ്റെ ആംപ്ലിറ്റ്യൂഡ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് അതൊരു ഓസിലേഷൻ ഉണ്ട്, ദാറ്റ് ഈസ് നോൺ ആസ് റിങ്ങിങ്. അത് കഴിഞ്ഞിട്ട് അത് ഡ്രോപ്പ് ചെയ്തപ്പോൾ അത് 90%-ൽ നിന്ന് താഴത്തേക്ക് വന്നിട്ട് അത് 10% ആയി. അതിനെടുക്കുന്ന സമയമാണ് ഫോൾ ടൈം. അത് കഴിഞ്ഞിട്ട് പിന്നെയും താഴത്ത് അണ്ടർ ഷൂട്ട് ചെയ്തിട്ട് അത് റിങ് ചെയ്ത് പോയി. ഇനി ഇൻക്രീസ് ചെയ്യുമ്പോൾ അത് 50% എടുത്ത ടൈം. ആ പോയിന്റിൽ നിന്ന് ഡിക്രീസ് ചെയ്യുമ്പോൾ, അതായത് ഇത് ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത്, ഫോൾ ആവുന്ന സമയത്ത് അത് 50% ആവാൻ എടുക്കുന്ന അത്രയും സമയം. അതിൻ്റെ ഇടയ്ക്കുള്ള ടൈം ഡിഫറൻസിനെയാണ് പൾസ് വിഡ്ത്ത് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് 1-2 ഡിജിറ്റൽ പൾസുകൾ എങ്ങനെയാണ് എന്നുള്ളതെല്ലാം നമുക്കൊന്ന് കണ്ടു നോക്കാം. നേരത്തെ പറഞ്ഞ കാര്യങ്ങളുടെ ഡെഫിനിഷനാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഓരോ ഡെഫിനിഷൻസും ഒന്ന് വായിച്ച് മനസ്സിലാക്കി വയ്ക്കുക. കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. സോ നമുക്ക് തന്നിട്ടുള്ള ആ ഫിഗറിൻ്റെ അകത്ത് ഒരു പീരിയോഡിക് വേവ് ഫോമാണ്. അതിനകത്ത് യൂണിറ്റ്സ് ഓഫ് 0, 1, 10, 11 എന്നൊക്കെ എഴുതിയിരിക്കുന്നത് മില്ലി സെക്കൻഡ്സിലാണ്. അപ്പോൾ എക്സ് ആക്സിസിൽ ടൈം, വൈ ആക്സിസിൽ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ്. സോ അതിനകത്ത് 0-ൽ സ്റ്റാർട്ട് ചെയ്തിട്ട് 1-ൽ എൻഡ് ചെയ്യുന്ന ഒരു പൾസ്, ദെൻ 10-ൽ സ്റ്റാർട്ട് ചെയ്യുന്നു, 11-ൽ എൻഡ് ചെയ്യുന്ന ഒരു പൾസ്. അങ്ങനെ 2 പൾസ് തന്നിട്ടുണ്ട്. ആ 0 മുതൽക്ക് 10 വരെയുള്ള അതായത് ടൈം അത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ ഒപ്പം അതിനകത്ത് നിന്ന് പല ക്വാണ്ടിറ്റീസും കാണും. അത് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഇതിനകത്ത് പീരിയഡ്, അതുപോലെ ഫ്രീക്വൻസി, അതുപോലെ ഡ്യൂട്ടി സൈക്കിൾ, ഇത് എത്രയാണെന്ന് കണ്ടുപിടിക്കാനാണ്. സോ പീരിയഡ് എന്ന് പറഞ്ഞാൽ ഒരു എഡ്ജിൽ നിന്ന് മറ്റൊരു കറസ്പോണ്ടിങ് എഡ്ജിലേക്കുള്ള അല്ലെങ്കിൽ നെക്സ്റ്റ് കറസ്പോണ്ടിങ് എഡ്ജിലേക്കുള്ള ടൈം ഡ്യൂറേഷനാണ്. അപ്പോൾ നമ്മളത് ഫിഗറിൽ നോക്കിയാൽ തന്നെ അറിയാം. ആ 0 എന്നുള്ള സ്ഥലത്ത് നിന്ന് ആ എഡ്ജ് സ്റ്റാർട്ട് ചെയ്യുന്നു. പിന്നെ നെക്സ്റ്റ് പൾസിൻ്റെ എഡ്ജ് സ്റ്റാർട്ട് ചെയ്യുന്നത് 10 എന്നുള്ള ലെവലിലാണ്. അപ്പോൾ 0-ൻ്റെയും 10-ൻ്റെയും ഇടയിലുള്ള ടൈം ഡ്യൂറേഷനാണ് പീരിയഡ് ടൈം ടി, ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 10 millisecond. Then frequency is the reciprocal of the period, that is f is equal to 1/t equal to 1/10 millisecond, that is equal to 100 Hz. അതുപോലെ ഡ്യൂട്ടി സൈക്കിൾ എന്നുള്ളതിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 10% എന്ന് കിട്ടും. സോ ഇതിനകത്ത് നമുക്ക് എങ്ങനെയാണ് ഒരു പൾസിൻ്റെ ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസ് അതെന്തൊക്കെയാണ് കാണുന്നത് എന്നുള്ളത് നമുക്ക് ഇവിടെ നിന്ന് കണ്ടുപിടിക്കാം. അടുത്തതായിട്ട് ഒരു ഡിജിറ്റൽ സർക്യൂട്ടിലുള്ള മറ്റൊരു ഇമ്പോർട്ടൻറ്റ് പാരാമീറ്റർ അല്ലെങ്കിൽ ഒരു ബേസിക് ബ്ലോക്കാണ് ക്ലോക്ക് എന്ന് പറയുന്നത്. ഈ ക്ലോക്കിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഡിജിറ്റൽ വേവ് ഫോം ഉണ്ട്. ഇപ്പോൾ ഒരു ഡിജിറ്റൽ വേവ് ഫോം തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനകത്ത് ഇങ്ങനെ നോക്കുമ്പോൾ ഒറ്റയടിക്ക് 1 എന്ന് കാണുന്നുണ്ട് അതിനകത്ത്. അപ്പോൾ സപ്പോസ് യു ആർ ഒബ്സർവിങ് ഇറ്റ് ഫോർ സംതിങ് ലൈക്ക് 100 millisecond. നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും അതിനകത്ത് 100 millisecond എത്ര 1 എന്നുള്ള ഡാറ്റ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്? സപ്പോസ് യു വാണ്ട് ടു ട്രാൻസ്ഫർ 4 ones. ഓക്കെ, അപ്പോൾ 4 1 നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അതർ എൻഡിലിരിക്കുന്ന ഒരാൾക്ക് പറയാൻ പറ്റുക അത് 4 1 എന്നുള്ള സാധനമാണ് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തത്? അതായത് 4 1 ട്രാൻസ്ഫർ ചെയ്തത്, നോട്ട് 8 ones. അതെങ്ങനെയാണ് ഒരാൾക്ക് പറയാൻ പറ്റുക? അതിന് വേണ്ടിയിട്ട് നമുക്കതെല്ലാം ഒരു സ്റ്റാൻഡേർഡ് വേവ് ഫോമായിട്ട് കമ്പയർ ചെയ്യണം. ആ ഒരു സ്റ്റാൻഡേർഡ് വേവ് ഫോമിൻ്റെ പേരാണ് ക്ലോക്ക്. സോ ദ ക്ലോക്ക് ഈസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് എ സിമ്പിൾ പീരിയോഡിക് വേവ് ഫോം in which each interval between the pulses equals the time for one beat. അതായത് ആ ഒരു ഇൻ്റർവെല്ലിനിടയ്ക്ക് നമുക്ക് ആ കാണുന്ന ഭാഗം യു വിൽ കൺസിഡർ ദാറ്റ് ആസ് 1 beat.
അപ്പോൾ നമ്മളൊരു ക്ലോക്ക് നോക്കും, അതേസമയം ഒരു ഡാറ്റയും നോക്കും. സപ്പോസ് നമ്മളിങ്ങനെ സർക്യൂട്ട് നോക്കുമ്പോൾ ഒരു ക്ലോക്കിനകത്ത് ഒരെണ്ണം സ്റ്റാർട്ട് ചെയ്തു, അടുത്തത് വരും. അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ കാണുന്ന വാല്യൂ 1 തന്നെയാണെങ്കിൽ അതിനെ നമ്മൾ 1 ആയിട്ട് നോട്ട് ചെയ്യും. ദെൻ അടുത്ത പൾസിനകത്തേക്കുള്ളതിനും 1 ആയിട്ട് നോട്ട് ചെയ്യും. ഓക്കെ. ഇനി ഇങ്ങനെയുള്ള ഈ ഓരോ പൾസും ഇതിനകത്തുകൂടെ ഡിജിറ്റൽ സർക്യൂട്ടിൽ കൂടെ വരുന്ന ഔട്ട്പുട്ടും ഇതെല്ലാം കൂടി ഒന്നിച്ച് നമ്മൾ കമ്പാരിസൺ വെച്ച് അതിൻ്റെ റിലേഷൻസ് എല്ലാം കൂടി പറയുന്ന ഒരു ഡയഗ്രമാണ് ടൈമിംഗ് ഡയഗ്രാം. എന്താണ് ടൈമിംഗ് ഡയഗ്രാം എന്നുള്ളതും ക്ലോക്ക് എന്നുള്ളതും അടുത്ത സ്ലൈഡിൽ ഞാൻ അതിനകത്ത് ഫിഗർ വെച്ചിട്ട് കാണിച്ചു തരാം. ഇവിടെ ഫസ്റ്റ് ഫിഗർ നോക്കും. ആദ്യം മുകളിൽ കാണുന്നതാണ് ക്ലോക്ക്. അതിന് 0, 1 എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനകത്ത് നിങ്ങൾ നോക്കിയാൽ അതിൽ ബിറ്റ് ടൈം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഇൻ്റർവെലിനകത്ത് എ എന്നുള്ള സർക്യൂട്ട് അല്ലെങ്കിൽ ഒരു പ്രത്യേക ഔട്ട്പുട്ട് അതുവഴി നമ്മൾ റീഡ് ചെയ്യുന്ന വാല്യൂ നമ്മളത് ഡിനോട്ട് ചെയ്യും. സോ ആദ്യത്തെ ഈ ക്ലോക്കിനകത്ത് ഫസ്റ്റ് പൾസ് കഴിഞ്ഞപ്പോൾ അതിനകത്ത് 1 ആണ് വന്നത്. സോ നമ്മളതിനകത്ത് 1 എന്ന് ഡിനോട്ട് ചെയ്തു. സോ താഴത്ത് എഴുതിയിട്ടുണ്ട് ബിറ്റ് സീക്വൻസ്. അടുത്ത പൾസ് വന്നു, അവിടെ നോക്കുമ്പോൾ എ എന്നതിനകത്ത് ലോ വാല്യൂ ആണ് വന്നത്. സോ വി ഡിനോട്ട് ഇറ്റ് ആസ് 0. ദെൻ എഗെയിൻ നെക്സ്റ്റ് പൾസിൻ്റെ സമയത്ത് അവിടെ വന്നത് എ എന്നുള്ളതിനകത്ത് ഹൈ ആണ്, അപ്പോൾ 1. ഇനി അടുത്തത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ക്ലോക്കിൻ്റെ ഉപയോഗം മനസ്സിലാവും. അപ്പോൾ നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ക്ലോക്കില്ലാതെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ കാണാം, 1 0 1 കഴിഞ്ഞിട്ട് പിന്നെയും 0 തന്നെ വന്നാൽ. പക്ഷേ ആ 0 എന്നുള്ളത് കുറച്ചധികം സമയമുണ്ട്. അതായത് നേരത്തെ വന്നതിനേക്കാൾ ഇരട്ടി സമയം നേരം 0 ആയിട്ട് നിൽക്കുന്നുണ്ട്. അതായത് അവിടെ അവർ ട്രാൻസ്ഫർ ചെയ്തത് ഒരു 0 മാത്രമല്ല 2 0 ആണ്. പക്ഷേ അത് 2 0 ആണെന്ന് മനസ്സിലായത് നമ്മൾ ഈ ക്ലോക്കുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് മാത്രമാണ്. സോ ക്ലോക്കിനകത്തുള്ള 2 പൾസിൽ ഇവിടെ 0 വാല്യൂ ആണ്. സോ ദാറ്റ് മീൻസ് യു ആർ ഗെറ്റിംഗ് 2 0 വാല്യൂസ്. ഇനി അടുത്ത വാല്യൂ നോക്കി നോക്കൂ, അവിടെ 2 1 ഉണ്ട്. അത് 2 1 ഉണ്ടെന്ന് മനസ്സിലായത് നമ്മൾ അവിടെ ആ ക്ലോക്കിൽ നോക്കിയത് മാത്രമാണ്. സോ യു ആർ കമ്പയറിങ് ദ ക്ലോക്ക് ആൻഡ് ദ പർട്ടിക്കുലർ ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ വേവ് ഫോം ടുഗദർ. അങ്ങനെ നോക്കുമ്പോൾ മാത്രമാണ് നമുക്ക് അതിനകത്ത് വാല്യൂ കിട്ടുന്നത്. സോ അതാണ് നമ്മൾ ഈ ക്ലോക്കിൻ്റെ ഉപയോഗം. സോ ഈ ക്ലോക്ക് എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാരാമീറ്ററാണ്. അത് നമുക്ക് പല സ്ഥലത്തും, അല്ലെങ്കിൽ പാരാമീറ്റർ എന്ന് പറയുന്നില്ല, ദാറ്റ് ഇസ് സർക്യൂട്ട് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഒരു കമ്പോണൻ്റ് ആണ്. അത് നമ്മൾ പല സർക്യൂട്ടുകളിലും നമ്മളൊരു ക്ലോക്ക് സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് പറയുന്നത്. ഇനി ഇതിനനുസരിച്ചിട്ട് ഈ ക്ലോക്കിനനുസരിച്ചിട്ട് എങ്ങനെയാണ് ഓരോ ഔട്ട്പുട്ടും ഇങ്ങനെ മാറുന്നത്, അതാണ് ഈ ഒരു ടൈമിംഗ് ഡയഗ്രാം വെച്ചിട്ട് കൊടുക്കുന്നത്. ഒരു എക്സാമ്പിൾ ടൈമിംഗ് ഡയഗ്രത്തിൻ്റെ എക്സാമ്പിളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം 7th സൈക്കിളിൽ എ ബി സി ഹൈ ആണ്. അതുകൊണ്ട് അത് അവിടെ ഒരു ഡാർക്കായിട്ട് ഷെയ്ഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് 7th സൈക്കിളിലാണ് എന്നുള്ളത് അല്ലെങ്കിൽ എങ്ങനെയാണത് മനസ്സിലായത്, അതുവരെയുള്ള ഡാറ്റ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാവാൻ നമുക്ക് ഈ ക്ലോക്കും ഇതുപോലുള്ള റിലേഷൻഷിപ്പും ആവശ്യമാണ്. സോ ദാറ്റ്സ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ടൈമിംഗ് ഡയഗ്രാം. ഈ കാണുന്ന ഫിഗർ ഒന്ന് നോക്കുക. അപ്പോൾ ഇതിനകത്തുള്ള മറ്റു ഡീറ്റെയിൽസിനെ പറ്റിയിട്ടൊന്നും നോക്കണ്ട, അത് നമുക്ക് പിന്നീട് മനസ്സിലാവും. ഇതിനെ പറയുന്ന പേരാണ് ടൈമിംഗ് ഡയഗ്രാം എന്ന്. അപ്പോൾ ഇവിടെയുള്ള സിഗ്നൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എക്സ് എന്ന് കൊടുത്തിരിക്കുന്നത് ഒരു ഇൻപുട്ട് വാല്യൂ ആണ്. അപ്പോൾ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ അത് നമ്മൾക്ക് ഓരോ സമയത്ത് കൊടുക്കുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ട് എത്രയാണ് വരുന്നത് എന്നുള്ളത് നോക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വൈ നോക്കൂ നമുക്ക്. വൈ എന്ന് പറഞ്ഞാൽ അവിടെ ഉള്ള വാല്യൂ. അപ്പോൾ വൈ വാല്യൂ, ആദ്യത്തെ വാല്യൂ 0. പിന്നെ അതായത് നമുക്കവിടെ ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഈ പൾസ് ഏറ്റവും കുറഞ്ഞ വാല്യൂലാണ് നിൽക്കുന്നത്. പിന്നെ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പൾസ് മാക്സിമമായി, പിന്നെയും 0, പിന്നെ 1. പക്ഷേ എക്സ് എന്ന് പറഞ്ഞാൽ ആദ്യം 2 എണ്ണം 0, പിന്നെ 2 എണ്ണം 1 ആയിട്ടാണ്. സെഡ് എന്ന് പറയുന്ന സാധനം അവിടെ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യത്തെ 3 എണ്ണം 1ഉം പിന്നെ അവസാനത്തെ 0യും. ഇങ്ങനെ നമ്മൾ കൊടുക്കാൻ പറ്റും. സോ ഇതൊരു ടൈമിംഗ് ഡയഗ്രാം എന്ന് പറയും. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുക്കുന്നത് ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള സ്ക്വയർ വേവ്സ് ആണ്. ഈ സ്ക്വയർ വേവ്സിൽ ഒരു നിശ്ചിത സമയത്തേക്ക് നേരം ഇത് 0 ആയിട്ട് നിൽക്കും അല്ലെങ്കിൽ 1 ആയിട്ട് നിൽക്കും. അപ്പോൾ അതിനെ പറയുന്ന പേരാണ്, അതൊരു പൾസായിട്ട് പറയും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് പൾസുകൾ ചേർന്നിട്ടാണ് നമ്മുടെ ഒരു ഡിജിറ്റൽ സർക്യൂട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ നിശ്ചിത സമയം നേരം അത് എന്താണ് അവിടെ അതിൻ്റെ വാല്യൂ എന്നുള്ളത് നോക്കിയിട്ടാണ് ഈ സർക്യൂട്ട് വർക്ക് ചെയ്യുന്നത്. ഇനി ആ സമയം എങ്ങനെയാണ് നമുക്ക് തീരുമാനിക്കാൻ പറ്റുക? ഇപ്പോൾ 2 സർക്യൂട്ട് ഉണ്ടാകുമ്പോൾ 2ന് ആ സമയം വ്യത്യാസമായി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഓപ്പറേഷൻസ് എല്ലാം തെറ്റിപ്പോവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ
ക്ലോക്ക് എന്ന് പറയുന്ന ഒരു എക്സ്ട്രാ സർക്യൂട്ട് കൂടി ഉപയോഗിക്കും. അപ്പോൾ എന്താണ് ക്ലോക്ക്, എന്താണ് ഈ ടൈമിംഗ് ഡയഗ്രാം, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം നമുക്കിവിടെ പഠിക്കാനുണ്ട്. അപ്പോൾ ഇതൊരു ടൈമിംഗ് ഡയഗ്രത്തിന് എക്സാമ്പിളാണ്. ജസ്റ്റ് ഇത് വെച്ച് പഠിച്ച് നോക്കുക. ഒരു പൾസ് എവിടെയാണ്, എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അത്. അല്ലാതെ ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഇപ്പോൾ നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല. അതെന്താണെന്നുള്ളത് ഈ ചാപ്റ്റർ അവസാനമാകുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അടുത്തതായിട്ട് ഒരു സർക്യൂട്ടിൽ എങ്ങനെയാണ് നമുക്ക് ഈ കാണുന്ന ഡിജിറ്റൽ ലെവൽസ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഈ കാണുന്ന ഫിഗർ ഒന്ന് നോക്കുക. ഈ ഫിഗേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഇതേ ഡയഗ്രമാണ് നിങ്ങളുടെ പ്രാക്ടിക്കൽ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ടെക്സ്റ്റ് ബുക്കിൽ ലോജിക് ഗേറ്റ്സ് ചെയ്യാനുണ്ട്. അപ്പോൾ അവിടെ കൊടുത്തിരിക്കുന്ന ഡയഗ്രാംസും അതുപോലെ ഡിജിറ്റൽ ലോജിക്സിൻ്റെ ലെവൽസ് കൊടുക്കുന്ന ഡയഗ്രാം എല്ലാം എങ്ങനെയാണ്. അപ്പോൾ അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് മനസ്സിലാക്കി ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സർക്യൂട്ട് ഡിസൈൻ ചെയ്യുമ്പോൾ തെറ്റിപ്പോകും. അപ്പോൾ ഇതിനകത്ത് ഫിഗർ എ നോക്കൂ. ഫിഗർ എയിൽ ആ കൊടുത്തിരിക്കുന്ന ഭാഗത്ത് ഇതിനകത്ത് കണക്ഷൻ, അതായത് ഔട്ട്പുട്ട് കാണുന്നുണ്ടല്ലോ, VO എന്ന് പറയുന്നത്. VO എന്ന് പറയുന്ന ഔട്ട്പുട്ട് അതിലേക്ക് ഒരു ടെർമിനൽ കൊടുത്തിട്ടുണ്ട്. ആ ടെർമിനൽ നേരെ കൊടുത്തിരിക്കുന്നത് ഗ്രൗണ്ടുമായിട്ട് കണക്ട് ചെയ്യുന്ന ടെർമിനലിലേക്കാണ്. ദാറ്റ് മീൻസ് അതിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് പറഞ്ഞാൽ വളരെ ലോ ആയിരിക്കും. അതുകൊണ്ടാണ് അവിടെ VO = L എന്ന് കൊടുത്തിരിക്കുന്നത്. നൗ ഫിഗർ ബി നോക്കൂ. ഫിഗർ ബിയിൽ ആ ഔട്ട്പുട്ടിലേക്ക് പോകുന്ന ആ ടെർമിനൽ കണക്ട് ചെയ്തിരിക്കുന്നത് +5 വോൾട്ട് DC-യിലേക്കാണ്. അതുകൊണ്ട് അവിടേക്ക് നമുക്ക് ഔട്ട്പുട്ടിലേക്ക് കിട്ടുന്ന +5 വോൾട്ടാണ്. അതുകൊണ്ട് +5 വോൾട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞത് പലതരം ലോജിക് ലെവൽസിനെ പറ്റിയിട്ട്. ദാറ്റ് റെപ്രസെൻ്റ് എ 1. ഇപ്പോൾ നേരത്തെ വന്നിട്ട് വളരെ ലോ വോൾട്ടേജ് ഗ്രൗണ്ടിലേക്കാണ് കണക്ട് ചെയ്തത്. സോ ദാറ്റ് വോൾട്ടേജ് വിൽ ബി സംതിങ് അറൗണ്ട് ലൈക്ക് ക്ലോസ് ടു 0, അല്ലെങ്കിൽ അത് 1നും 0യുടെ ഇടയിൽ ഏകദേശം ആയിരിക്കും, വളരെ കുറഞ്ഞ വാല്യൂ ആയിരിക്കും. അതുകൊണ്ടാണ് അവിടെ ലോ ആയത്. ഇവിടെ ഇത് എന്നുള്ളത് 5 വോൾട്ടിനോട് ചേർന്നിട്ടുള്ള വാല്യൂ ആയിരിക്കും. സോ ഇറ്റ് വിൽ ബി ഡിനോട്ടഡ് ആസ് എ 1. സോ ദാറ്റ് ഈസ് എ ഇമ്പോർട്ടൻറ്റ് 1. അടുത്തതായിട്ട് ചില ബേസിക് ബിൽഡിംഗ് ബ്ലോക്സിനെ പറ്റിയിട്ട് പഠിക്കാം. ഫസ്റ്റ് വണ്ണാണ് ബഫർ, അല്ലെങ്കിൽ ബഫർ ആംപ്ലിഫയർ എന്നെല്ലാം പറയാറുണ്ട്. എന്താണ് ഈ ബഫർ എന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ പ്രധാനമായിട്ടും നമുക്ക് ഒരു ഡിജിറ്റൽ IC-യിൽ ഈ സർക്യൂട്ട്സ് എല്ലാം പലപ്പോഴും ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് IC-കളിലായിട്ടാണ്, ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സിലാണ്. സോ പ്രധാനമായിട്ടും നമുക്ക് ഒരു നെസസറി ലോഡ് കറൻറ്റ് നമുക്ക് അതിനകത്തേക്ക് ഡെലിവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ വാട്ട് യു ഡു ഈസ് ലൈക്ക് യു ആർ യൂസിങ് an IC അല്ലെങ്കിൽ എ സർക്യൂട്ട്, എ കമ്പോണൻറ്റ് നോൺ ആസ് ബഫർ. അപ്പോൾ ഈ ബഫറിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ് എന്നുള്ളതാണ് നമുക്കവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഫിഗർ നോക്കൂ. അതിനകത്ത് ഈ കണക്ഷൻ നേരെ കൊടുത്തുനിന്ന് +5ലേക്കാണെന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് നമുക്ക് ഹൈ ആയിട്ട് കിട്ടും. അത് ഗ്രൗണ്ടിലേക്കാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ ഔട്ട്പുട്ട് ലോ ആയിട്ട് കൊടുക്കും. അപ്പോൾ ഇതിനടുത്ത് തന്നെ നമ്മളവിടെ ടേബിൾ കൊടുത്തിട്ടുണ്ട്, VI VO താഴത്ത് LH എന്ന്. അത് മീൻ ചെയ്യുന്നത് എങ്ങനെയാണ്, VI അഥവാ ഇൻപുട്ട് വോൾട്ട് ലോ ആണ് കൊടുത്തതെങ്കിൽ, ലോ ആണ് കൊടുത്തതെന്ന് പറഞ്ഞാൽ നമ്മളത് താഴത്തേക്ക് ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്യും. ഇപ്പോൾ ആ ഫിഗറിൽ കൊടുത്തിരിക്കുന്നത് ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്തിട്ടാണ്. ഗ്രൗണ്ടിലേക്കാണ് കണക്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ വെൻ ദ ഔട്ട്പുട്ട് വിൽ ബി ലോവർ. അതുപോലെ ഇത് ഹൈ അഥവാ +5 വോൾട്ടിലേക്കാണ് ഇതിനകത്ത് കൊടുക്കുന്ന സ്വിച്ച് കണക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ ദ ഔട്ട്പുട്ട് വിൽ ബി ഹൈ. അപ്പോൾ ഇങ്ങനെ കൊടുക്കുന്ന ഈ ഒരു മെത്തേഡ് അതിനെ പറയുന്ന പേരാണ് ട്രൂത്ത് ടേബിൾ. ഇനി അവിടെ ആയിട്ട് നമ്മളതൊരു ട്രയാങ്കിൾ വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. VI എന്ന് പറയുന്ന ട്രയാങ്കിളിലേക്ക് എൻ്റർ ചെയ്തിട്ട് ഔട്ട്പുട്ട് VO എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതിനെ പറയും ലോജിക് സിമ്പിൾ എന്ന് പറയും. സോ ഇതിനെ ബഫർ ആംപ്ലിഫയർ എന്നെല്ലാം പറയാറുണ്ട്. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കമ്പോണൻ്റാണ്, പല സ്ഥലത്തും നമ്മൾ കാണാറുണ്ട്. സോ നമുക്ക് ഇനി ഇതുപോലെയുള്ള കുറച്ചധികം കമ്പോണൻസിനെ പരിചയപ്പെടാം. നമ്മൾ ഇതുവരെ ഇപ്പോൾ ഈ എടുത്ത ചാപ്റ്റേഴ്സിൻ്റെ ഈ ഭാഗങ്ങളുടെ എല്ലാം ഇതിൻ്റെ റെഫറൻസ് ബുക്സാണ് കൊടുത്തിരിക്കുന്നത്. ഡിജിറ്റൽ പ്രിൻസിപ്പിൾസ് ആൻഡ് ആപ്ലിക്കേഷൻ ബൈ മാൽവിനോ ആൻഡ് ലീച്ച്, അതുപോലെ ഡിജിറ്റൽ ഫണ്ടമെൻ്റൽസ് ബൈ തോമസ് ഫ്ലോയ്ഡ്. ഈ 2 ടെക്സ്റ്റുകളും നിങ്ങൾ ഗൂഗിൾ ക്ലാസ് റൂമിൽ ഞാൻ ഇതിനകത്ത് അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഡൗൺലോഡ് ചെയ്തെടുക്കുക, അത് കാണാം.
ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഇതിൻ്റെ ഡിഫിക്കൽട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് കോൺടാക്ട് ചെയ്താൽ മതി, ഞാൻ നിങ്ങൾക്കത് അയച്ചു തരാം. ഇമെയിൽ ID അയച്ചു തന്നാൽ ഞാൻ നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് അല്ലെങ്കിൽ അയച്ചു തരാം. ഇനി ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാനും പറ്റും. അപ്പോൾ ഈ ബുക്സ് എന്തായാലും നിങ്ങൾ തീർച്ചയായിട്ടും റെഫർ ചെയ്യണം. അപ്പോൾ ഞാനിവിടെ അത്യാവശ്യം കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽസ് എല്ലാം പറയുന്നുണ്ട്. പക്ഷേ നിങ്ങൾ എക്സാമിന് വേണ്ടിയിട്ട് തിയറി വൈസായിട്ട് നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ബുക്ക് നോക്കിയിട്ട് നോട്ട്സ് ഉണ്ടാക്കി വെക്കണം. ഞാൻ ഇത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതിൻ്റെ അസൈൻമെൻറ്റ്സും അതുപോലെയുള്ള ഹോംവർക്ക്സും തന്നോളും.